Hello guys, welcome back to our new vlog, latest vlog. വെരി ഓണസ്റ്റ്ലി ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ എമിഗ്രേഷൻ വീഡിയോസ് ചെയ്ത് മാഡത്ത് എമിഗ്രേഷൻ ഇൻഫർമേഷൻ എനിക്ക് ഇനി ഷെയർ ചെയ്യാൻ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. ഓരോ ദിവസവും ഓരോരോ പുതിയ വള്ളി കേസുകളായിട്ട് വരും. ഒരു പരിപാടി നടക്കത്തുമില്ല. ഇവിടെ ഉള്ളവർക്കാർക്കും PR കൊടുക്കത്തില്ല. അത് നിങ്ങൾ കണ്ടില്ലേ, ലാസ്റ്റ് കപ്പിൾ ഓഫ് ക്രോസ് ഈസിയൊക്കെ 547 539 ഇതൊക്കെ ആർക്ക് കിട്ടാനാണ് എനിക്കറിയില്ല. ഇവർക്ക് ആർക്കും PR കൊടുക്കാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് ഇവരിപ്പോൾ എമിഗ്രേഷൻ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുവന്നു. അതിനോടൊപ്പം തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LMIA സംബന്ധിച്ച് ഇമിഗ്രേഷൻ മിനിസ്റ്റർ ഒരു അനൗൺസ്മെൻറ്റ് നടത്തി. LMIA എടുത്ത് 50 പോയിൻറ്റ്സ് ക്ലെയിം ചെയ്ത് CR ഗവൺമെൻറ് 50 പോയിൻറ്റ്സ് ക്ലെയിം ചെയ്ത് PR എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ 50 പോയിൻറ്റ്സ് റിമൂവ് ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഇത്രേ പറഞ്ഞുള്ളൂ, റിമൂവ് ചെയ്തെന്നല്ല പറഞ്ഞു. പക്ഷേ പിന്നീട് സോഷ്യൽ മീഡിയ മൊത്തം സെലിബ്രേറ്റ് ചെയ്യുന്നത് LMAയുടെ പോയിൻറ്റ്സ് എടുത്ത് മാറ്റി, LMAയുടെ പോയിൻറ്റ്സ് എടുത്ത് മാറ്റിയിട്ടില്ല. അവർക്ക് അങ്ങനെ ഒരു പ്ലാനുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അത് നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് റിയലി ഗുഡ് ഡിസിഷൻ. ബിക്കോസ് ഞാൻ പണ്ട് മുതലേ ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ് LMAയുടെ പോയിൻറ്റ്സ് എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ ഞാൻ കാര്യം. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട്, അവന് 440 പോയിൻറ്റ്സ്, എനിക്ക് 430 പോയിൻറ്റ്സ്. ഇവിടെ LMA നേരായ മാർഗത്തിലല്ല മിക്കവർക്കും കിട്ടുന്നത്. ഫുൾ ഇല്ലീഗലാണ്, അണ്ടർ ദ ടേബിളാണ് പ്രോസസ്സ്. പണ്ട് ഞാൻ വന്ന ടൈമിലൊക്കെ 5000 കിടന്ന LMA $5000 എടുത്ത് LMA കിട്ടുമായിരുന്നു, 50 പോയിന്റ് കിട്ടുമായിരുന്നു. ഇപ്പോൾ അതിന് $70,000. സോ ബ്ലാക്ക് മാർക്കറ്റ് ഇത്രയും പൈസയും ചിലവാക്കി ഇപ്പോൾ ഞാൻ 50 പോയിന്റ് ഏൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പോയിന്റ് 480, എൻ്റെ ഫ്രണ്ടിൻ്റെ പോയിന്റ് 440. അവൻ വളരെ ജെന്യൂൻ ആയിട്ടായിരിക്കും അവൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഈ കള്ളത്തരം കാണിച്ച് എനിക്ക് PR കിട്ടും. സോ ഓണസ്റ്റ്ലി പറഞ്ഞാൽ ജെന്യൂനായിട്ട് ഓരോ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുന്നൊരു പരിപാടിയാണ് ഈ LMA സ്കാംസ്. ഞാൻ പണ്ട് മുതൽ അതുകൊണ്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ഇതൊന്നും നിർത്തിയിരുന്നെങ്കിൽ. എന്തായാലും അവർ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്ന് റൈറ്റ് നൗ ഇറ്റ്സ് റിയലി ഹാർഡ് റൈറ്റ് നൗ. എന്ത് തന്നെയാണെങ്കിലും അവർ ആ പോയിൻറ്റ്സ് എടുത്ത് മാറ്റും എന്ന് പറയുന്നുണ്ട്. പക്ഷേ പോയിൻറ്റ്സ് എടുത്ത് മാറ്റിയിട്ടില്ല. വി ക്യാൻ എക്സ്പെക്ട് സെയിം. സോ അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് എമിഗ്രേഷൻ അപ്ഡേറ്റ്. സോ ഐ എം ഡൺ വിത്ത് ദിസ്. ബിക്കോസ് അവർ ആർക്കും PR കൊടുക്കുന്നില്ല കാനഡയ്ക്ക്. ദേ ഡോണ്ട് വാണ്ട് us to get the PR. They want us to go back. സോ അവരെന്താണ് അങ്ങനെ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാകത്തില്ല. ബിക്കോസ് ഈവൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാനഡയിൽ ഇത്രയും നാളും വന്നിട്ടുള്ള അസൈലം സീക്കിങ് റെഫ്യൂജീസ് അല്ലെങ്കിൽ മാസ് മൈഗ്രേഷൻ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് അതർ കൺട്രീസ് ദോസ് ഹു ആർ സഫറിങ് വാർ, അല്ലാതെ ഇത്രയും നമ്മുടെ ഇന്ത്യൻസിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻസിൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നേക്കുന്ന ആളുകളാണെങ്കിൽ ഇത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഇതുവരെ കാനഡയിൽ വന്നിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. സോ വി ഹാവ് ദ നോളജ് ടു സ്പീക്ക്, വി ഹാവ് ദ നോളജ് ടു തിങ്ക്. ലൈക്ക് കറൻ്റ്ലി ഉള്ള ടെക്നോളജി എല്ലാം യൂസ് ചെയ്ത് ജോലി ചെയ്യാനും എല്ലാം നമുക്കറിയാം. നമുക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. വി ഓൾറെഡി ട്രെയിൻഡ് പീപ്പിൾ. സോ സിമ്പിളായിട്ട് ലോജിക്കലി ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ സൊസൈറ്റിക്ക് ഉണ്ടെങ്കിൽ ഈ എക്കോണമിക്ക് നമുക്ക് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല ജോലികൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. നമുക്ക് മിനിമം ലെവൽ ഓഫ് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ കാനഡയ്ക്ക് എപ്പോഴും ബെനിഫിറ്റാണ് നമ്മളോടുള്ളത്. പക്ഷെ അതെന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് അവരുടെ ചേഞ്ചസ് കോൺസ്റ്റൻ്റ്ലി ഉള്ള ചേഞ്ചസ് കാരണം പീപ്പിൾ ആർ ഫ്രസ്ട്രേറ്റഡ്, പീപ്പിൾ ആർ ഡിപ്രസ്ഡ് ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടു സ്റ്റേ ഹിയർ. അത് ഇവർ ഇത്രയും വേഴ്സായിട്ട് ഇവർ കൊണ്ടെത്തിച്ചു. ആൻഡ് ദീസ് ഡേയ്സ് ഇൻ്റർനാഷണൽ പീപ്പിൾ ഡോണ്ട് ലൈക്ക് കാനഡ. ഐ ഡോണ്ട് നോ വൈ. ഐ നോ വൈ, ബിക്കോസ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് ചേഞ്ചസ്. ഐ നോ ദാറ്റ് റീസൺ. ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീട് മേടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ സെറ്റിലാകാൻ പറ്റത്തില്ല. മെഡിക്കൽ ഫെസിലിറ്റീസ് ഭയങ്കര മോശമാണ്. പിന്നെ ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. സോ ലിറ്ററലി പറഞ്ഞാൽ അൺഅഫോർഡബിൾ ആണ് കാനഡ റൈറ്റ് നൗ ഫോർ ലൈക്ക് ലോവർ ലെവൽ പീപ്പിൾ, ലൈക്ക് ലോവർ ഇൻകം പീപ്പിളിന് റിയലി അൺഅഫോർഡബിൾ ആണ്. സോ ഇവിടെ വന്ന് PR ആയി അല്ലെങ്കിൽ സെറ്റിൽ ആയിട്ടുള്ള ആളുകൾ 4 ഇയേഴ്സിൻ്റെയും 7 ഇയേഴ്സിൻ്റെയും ബിറ്റ്വീനിൽ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ തിരിച്ചു പോവുകയാണ് റൈറ്റ് നൗ. സോ റിവേഴ്സ് മൈഗ്രേഷൻ അതാണിപ്പം റൈറ്റ് നൗ. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഞാൻ കാണുന്ന കാര്യം റിവേഴ്സ് മൈഗ്രേഷനെ പറ്റി ഒരുപാട് വീഡിയോസ്. എനിക്കറിയത്തില്ല ഇതിപ്പോൾ എന്തായി തീരും. സോ എൻ്റെ ജെന്യുവനായിട്ടുള്ള ഒപ്പീനിയൻ, പ്ലീസ് ഡോണ്ട് കം ടു കാനഡ. ബിക്കോസ് ഇത്രയും പൈസയും ചിലവാക്കി ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് കിടന്ന് സ്ട്രഗിൾ ചെയ്ത് ആരും എൻ്റെ ഒപ്പീനിയൻ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. സോ ഐ ആം ജസ്റ്റ് ഞാനപ്പോൾ ഈ വീഡിയോ ഇവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ LMAയുടെ 50 പോയിൻറ്റ്സിനെ പറ്റിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ്. സോ ഐ ആം ജസ്റ്റ് winding up this video. See you guys back next day.